മലയാളത്തിനൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് കിട്ടിയിരിക്കുകയാണ്, WCU. ആ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഒരു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനുണ്ട്. ആ ഉജ്ജ്വലൻ്റെ കഥ പറഞ്ഞ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ MCU ഉണ്ടല്ലോ, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ്, അതിൽ വരുന്ന ചില സിനിമകളുണ്ട്. എല്ലാ സിനിമകളും അല്ല, പക്ഷേ ഈ അടുത്ത കാലത്ത് വരുന്ന പല സിനിമകളും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് കണ്ടു തീർക്കുക, ബോറടിച്ച് തകർന്നു പോകുന്ന എന്നുള്ള അവസ്ഥയിലൊന്നുമല്ല. പക്ഷേ അതിൽ പുതുമയുള്ള ഒന്നും പറയാനില്ല, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഇനി വരാനുള്ള സിനിമ മനസ്സിലാവണമെങ്കിൽ ഈ സിനിമ കാണണമല്ലോ, അല്ലെങ്കിൽ ഈ സീരീസ് കാണണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കണ്ടു തീർക്കുന്ന MCUവിലെ സിനിമകളും സീരീസും ഒക്കെ അല്ലേ. ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് എനിക്ക് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനും ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് സർപ്രൈസുകൾ ഒന്നുമില്ലാത്ത വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സിനിമ. നമ്മൾ ഈ പറയുന്ന WCU എന്ന് പറയുന്ന പരിപാടിയിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ കഥ ഒരു നാട്ടും പുറത്ത് കേസുകളൊക്കെ അന്വേഷിക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ കഥയായിട്ട് പറയുകയാണെങ്കിൽ മറ്റൊരു ധ്യാൻ ശ്രീനിവാസൻ സിനിമ വിത്ത് സം ചിരിക്കബിൾ മൊമെൻറ്റ്സ്, അത്രയേ ഉള്ളൂ എനിക്ക് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനെ കുറിച്ച് ഫീൽ ചെയ്തത്. പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഇവിടെ ആയിട്ട് ചിരിക്കാനുള്ള കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയിട്ടുള്ള സിനിമയെ സംബന്ധിച്ച് പുതുമുഖങ്ങളായ അമീനും നിഹാലും ഒക്കെ അടങ്ങുന്ന ആ ടീമാണ്. പിന്നെ കോട്ടയം നസീർ, റോണി ഡേവിഡ് രാജ്. പക്ഷേ ഇതൊന്നും മറ്റേ ചിരിച്ച് നമ്മൾ തലകുത്തി മറിയുന്ന അങ്ങനത്തെ രംഗങ്ങളല്ല. അത്യാവശ്യം അവിടെ ഇവിടെ ഒരു ചെറിയ പുഞ്ചിരി നമ്മുടെ മുഖത്തുണ്ടാക്കും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നന്നായി ചെയ്തു എന്ന് ഫീൽ ചെയ്തത് അത് സിജു വിൽസൺ അദ്ദേഹത്തിൻ്റെ മുൻ സിനിമകളിലൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. സിജു വിൽസൻ്റെ ഒരു ഫൈറ്റ് സീനുണ്ട്, അത് അവർ അത്യാവശ്യം നന്നായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത പോലെ തോന്നി. അതിലെവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്റ്റോറി ഇവർക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമായിരിക്കും തോന്നുന്നു. പിന്നെ ഈ സിനിമയിലെ ഒരു ട്വിസ്റ്റ് പരിപാടി ഉണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ, വലിയ സ്പോയിലറൊന്നുമല്ല. അതിൻ്റെ അകത്തുള്ള ഒരു സ്പെഷ്യൽ എലമെൻ്റ് ഉണ്ട്. ആ എലമെൻ്റ് എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷേ ആ എലമെൻ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സിനിമയിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടല്ലോ, അവിടെയും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയ അങ്ങനെയൊന്നുമില്ല, ബേസിക് പരിപാടി പോലെയാണ് ഫീൽ ചെയ്തത്. ഇനി അതിൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ബാക്കി എലമെൻറ്റുകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമുക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു ഓക്കേഷ് അനുഭവമായിരുന്നു. പിന്നെ രൂപം കൊണ്ട് ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിയത് കലാഭവൻ നവാസാണ്. പുള്ളിയുടെ ആ ഒരു വേഷവും പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറിയും ആ ഒരു ഭാവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു പുതിയ സംഭവമാണ്. പുള്ളിക്ക് ഇനിയും സിമിലർ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രായത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം പുള്ളിക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒരു കാണിച്ചു തരലാണത്. പിന്നെ സിനിമയുടെ മൊത്തത്തിലുള്ള വിഷ്വൽസ്, അതിൻ്റെ ഒരു കളറിങ് പരിപാടികളൊക്കെ നമ്മളൊരു അമർചിത്ര കഥയൊക്കെ കാണുന്ന പോലെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ ഈ സിനിമയിൽ എനിക്കൊരു പ്രശ്നമായി തോന്നിയ ഘടകങ്ങളിൽ ഒന്നാമത്തത് ഒരു ഒന്നുമില്ലായ്മ ഉണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ചിരിയുണ്ട്, ബാക്കി സാധനങ്ങളുണ്ട്, ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മളിതിൻ്റെ ട്രെയിലറൊക്കെ കാണുമ്പോൾ ഒരു സൂപ്പർ ഹീറോ സൈഡ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് പറയുന്ന ഒരു ആകാംക്ഷ ഉണ്ടല്ലോ, അങ്ങനത്തെ എലമെൻറ്റുകളൊന്നും എനിക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ്റെ അന്വേഷണങ്ങളും അയാളുടെ കണ്ടുപിടുത്തങ്ങളും അതിനുവേണ്ടി അയാൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊന്നും നമുക്കിത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാമോ എന്ന് തോന്നിപ്പിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ നമ്മുടെ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടല്ലോ, നിഷ്കളങ്കമായി ഈ കാര്യങ്ങളൊക്കെ ആദ്യമായി കാണുന്നു എന്നുള്ള രീതിയിൽ നോക്കി കാണുകയും അങ്ങനെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്നർ ചൈൽഡ്, ആ ഇന്നർ ചൈൽഡിനും സാറ്റിസ്ഫാക്ഷൻ തന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആരാണ് ആ മാസ്ക് ഇട്ട ആൾ, അയാളുടെ പിന്നിലെ കഥ എന്താണ് എന്നൊക്കെ ചുരുളഴിഞ്ഞ് വരുമ്പോൾ അതൊരു ടിപ്പിക്കൽ ക്ലീഷെയ്ഡ് കഥ പറച്ചിൽ പരിപാടി മാത്രമായിപ്പോയി. അല്ലെങ്കിൽ അതിപ്പോൾ നമ്മൾ ഒത്തിരി ആയി കണ്ട് നമുക്ക് ശീലമായിപ്പോയി. മറ്റൊരു പ്രധാന സംഭവം എനിക്ക് ഫീൽ ചെയ്തത് ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസൻ ഈ സിനിമയിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനായിട്ട് മാറുമ്പോൾ സ്ഥിരമായി നമ്മൾ കാണുന്ന ധ്യാൻ ശ്രീനിവാസൻ വിത്ത് ഹെഡ്ഫോൺ എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്കൊന്നും തോന്നിയില്ല. പുള്ളിയുടെ ആ ഒരു അഭിനയത്തിൽ, പുള്ളിയുടെ ഈ തിയേറ്ററിൽ സ്ഫോടനാത്മകമായി വിജയിച്ച സിനിമകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലൊക്കെ കാണുന്ന ആ ഒരു ലേസിനെസ്സും സാധനങ്ങളും അതൊക്കെ തന്നെയാണ് എനിക്ക് ഈ സിനിമയിലും കാണാൻ പറ്റിയത്. ഈ ഉജ്ജ്വലമായിട്ട് വരാനുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അയാളുടെ ഒരു എന്തൂസിയാസം എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒന്നും തോന്നിയില്ല. പുള്ളിയുടെ തന്നെ മുമ്പ് വന്നിട്ടുള്ള സിനിമകൾ ഇപ്പം പെട്ടെന്ന് പറയാനാണെങ്കിൽ ഇപ്പം നദികളിൽ സുന്ദരി യമുന, ആ സ്ഫോടനാത്മകമായ സിനിമകളുടെ കൂട്ടത്തിൽ തമ്മിൽ ഭേദപ്പെട്ടൊരു സിനിമയായിരുന്നു. ആ സിനിമയിലൊക്കെ ഉള്ള ആൾ തന്നെ ഹെഡ്ഫോൺ വെച്ചിട്ട് ഈ പണിക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അതിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ എനിക്ക് അടുത്തൊരു പാർട്ട് വരുമായിരിക്കുമല്ലോ, ഈ സിനിമാറ്റിക് യൂണിവേഴ്സിന് വലുതാവുമല്ലോ. അങ്ങനെ വലുതാവുന്ന സമയത്ത് മറ്റുള്ള സിനിമകൾ കാണുമ്പോൾ അത് കുറച്ചും കൂടി മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു ലോഞ്ച് പാഡ് പോലെ അങ്ങനെ മാത്രം കാണാൻ പറ്റുന്നൊരു സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് എന്നെ എക്സൈറ്റ് ചെയ്യിച്ച ഒന്നും തന്നെ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയത്തും നമുക്ക് പിന്നീട് ചിന്തിക്കാനോ അങ്ങനെ ഒന്നും പ്രേരിപ്പിക്കുന്ന ഒന്നും തന്നെ ഇല്ലാത്തൊരു ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവം. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. ഈ സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. അവനവൻ തന്നെ തിയേറ്ററിൽ പോയി കണ്ട് അവനവൻ്റെ അഭിപ്രായം രൂപീകരിക്കേണ്ടതുമാണ്. അങ്ങനെ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി കണ്ടിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.